ജീവ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാനഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39-40 വചനങ്ങൾ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പുറപ്പെട്ടുപോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളതായ ഒരു ഭാഗമാണ് കർത്താവായ യേശുക്രിസ്തു ഒലിവ് മലയിൽ പ്രാർത്ഥിക്കുന്ന ഈ സംഭവം. പ്രാർത്ഥന എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ അവകാശവും, ഒരു ദൈവ പൈതലിൻ്റെ ആശ്രയവും, ഒരു ദൈവ പൈതലിൻ്റെ ദീർഘനിശ്വാസവുമാണ്. ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, അത് എത്ര ആശ്വാസകരമായ കാര്യമാണ്. യേശു കർത്താവ് സകല കാര്യങ്ങൾക്കും നമുക്ക് മാതൃക കാണിക്കുന്നത് കൊണ്ടും മാതൃക കാണിച്ചതുകൊണ്ടും ഈ ഭാഗം വളരെയേറെ ചിന്തനീയമായ കാര്യമാണ്. യേശു കർത്താവ് ഈ ഭാഗത്ത് 39 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് മാതൃക നൽകുവാൻ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് കാണാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ 7 വശങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നാം 39-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പുറപ്പെട്ടു പോയി. പതിവായി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു പ്രാർത്ഥന. യേശു പല കാര്യങ്ങളും പതിവായി ചെയ്യുന്നുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന് ചില തെളിവുകൾ കാണാം. അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്ന് നാം ആദ്യ അധ്യായങ്ങളിൽ വായിക്കുന്നു. അവൻ പതിവ് പോലെ പെരുന്നാളിന് പോയി എന്ന് കാണാൻ കഴിയും. ഇതാ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യേശു പതിവ് പോലെ പ്രാർത്ഥിക്കുകയാണ്. അതും ഒലിവ് മലയിലാണ്. തൻ്റെ പ്രാർത്ഥനയുടെ സ്ഥലം ഒലിവ് മലയാണ്. അവിടെ നാം വായിക്കുന്നത് പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പോൾ പതിവായി യേശു കർത്താവ് ഒലിവ് മലയിലേക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ പിതാവിനോടുള്ളതായ ഹൃദ്യമായ ബന്ധത്തിൽ കഴിയുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം ആവശ്യങ്ങൾ പറയുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് പലർക്കും ഉള്ളത്. എന്നാൽ അങ്ങനെ ഒരു കാര്യമല്ല. പ്രാർത്ഥന എന്നുള്ളതിൻ്റെ യഥാർത്ഥ ആത്മീക ആശയം, ബൈബിൾ വിവക്ഷിക്കുന്ന ആശയം ആത്മീക കൂട്ടായ്മ എന്നുള്ള കാര്യമാണ്. പിതാവിനോട് ഹൃദ്യമായി കൂട്ടായ്മ ബന്ധം പുലർത്തുന്ന ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, നമുക്കും ഈ വലിയവനായ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം, വ്യക്തിപരമായ കൂട്ടായ്മ ബന്ധം, അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിനൊരു പതിവുണ്ടാകണം. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ ഭവനങ്ങളിലും 8 മണിക്കാണ് കുടുംബ പ്രാർത്ഥന. അത് കുറേ നാളായി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ആനന്ദം ചെറുതല്ല. എല്ലാ വീട്ടുകാരും ചേർന്ന് 8 മണി മുതൽ ഉള്ള സമയത്ത് ഒരുമിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. പേഴ്സണൽ പ്രെയർ, വ്യക്തിപരമായ പ്രാർത്ഥനയും ഉണ്ടാകണം. പ്രാർത്ഥനയ്ക്കൊരു പതിവുണ്ടാകണം. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയുടെ വിഷയമാണ്. 40-ാമത്തെ വചനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. 46-ാം വചനത്തിലും അത് തന്നെ ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാനായിട്ടാണ്. ഇന്ന് പ്രലോഭനങ്ങളുടെ ഒരു വലിയ വേലിയേറ്റമാണ്. എവിടെ തിരിഞ്ഞാലും, എവിടെ യാത്ര ചെയ്താലും, എവിടെ നാം കണ്ണുകൊണ്ട് നോക്കിയാലും നമ്മെ പ്രലോഭനത്തിൽ കുടുക്കുന്ന ഒരുപാട് കാഴ്ചകളാണ്. പക്ഷേ നാം അതിൽ വിജയം വരിക്കണമെങ്കിൽ പ്രാർത്ഥനയാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ദൈവത്തോടുള്ള ഹൃദ്യമായ പ്രാർത്ഥന, അർത്ഥാൽ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആശയം തന്നെ എപ്പോഴും ദൈവത്തോടൊരു പ്രാർത്ഥനാ ബന്ധം, ഇല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായിരിക്കുന്ന ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥനാനിരതമായിരിക്കുന്ന ഒരു ബന്ധം ദൈവത്തോട് നാം കാത്തു സൂക്ഷിക്കുമ്പോൾ നാം എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കും എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും കർത്താവ് പറയുന്ന കാര്യമാണ്. പരീക്ഷയിൽ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പല വിധത്തിലുള്ള പ്രലോഭനങ്ങളാണ് ഇത് നമ്മയൊക്കെയും നേരിടുന്നത്. പ്രിയമുള്ളവരെ, ആ പ്രലോഭനങ്ങളിൽ നിന്ന് കണ്ണ്, മനസ്സ്, ചിന്ത
എന്നുവേണ്ട ആധുനിക മൊബൈൽ, ഇൻ്റർനെറ്റ്, എന്തെല്ലാം പ്രലോഭനങ്ങൾ. അതിൽ നിന്ന് വിജയം വരിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ ഇഷ്ടം, പ്രാർത്ഥനയുടെ ലക്ഷ്യം. അവിടെ നാം വായിക്കുന്നു 42-ാം വചനം, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പലപ്പോഴും പ്രാർത്ഥനയിൽ നമ്മുടെ ഇഷ്ടം നടക്കണം എന്നാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി മുഷ്ടിചുത്തം നടത്തുവാനും നാം തയ്യാറാണ്. യാബോക്ക് കടവെങ്കിൽ യാക്കോബ് ദൈവത്തോട് നിലവിളിച്ചതുപോലെയാണ് പലരും നിലവിളിക്കുന്നത്. സത്യത്തിൽ അതൊരു അപേക്ഷയാണ്. എന്നാൽ നാം ദൈവസന്നിധിയിൽ ഓർക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, ഞങ്ങളുടെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടത്തണം, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്നൊരു പാട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ പാടിയത്, നിന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ എന്നാണ്. ദൈവമേ, നിന്റെ ഹിതം പോലെ അല്ല, എൻ്റെ ഹിതം പോലെ നടക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷേ നാം ദൈവജനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഹിതം നടക്കുവാൻ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മിൽ നിറവേറണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, അവൻ വളരണം, ഞാനോ കുറയണം. ദൈവത്തിൻ്റെ ആ കൃപ നമ്മിൽ വളരണം, ദൈവം നമ്മിൽ വ്യാപരിക്കണം. ഈ പ്രാർത്ഥന അനുഭവം നമുക്കുണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയൊരു സ്തോത്രം. കർത്താവിൻ്റെ പ്രാർത്ഥന മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ടുന്നവർക്ക് വിടുതലിൻ്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.